ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പച്ചക്കറി ഉണ്ടാക്കാം. മേത്തി ഭാജിക്ക് സബ്ജി. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ 250 ഗ്രാം മേത്തിയുടെ ഇല എടുത്തിട്ടുണ്ട്, അതായത് ഉലുവയുടെ ഇല. പിന്നെ 50 ഗ്രാം തോരമ്പരിപ്പ് എടുത്തിട്ടുണ്ട്, എണ്ണ ചേർത്ത തോരമ്പരിപ്പാണ് എടുത്തത്. പിന്നെ ഒരു തക്കാളിക്ക അരിഞ്ഞത്, മല്ലിയില, ഉള്ളി, ഒരു സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളകും കൂടി ചതച്ചത്, മല്ലിപ്പൊടി, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. നമുക്ക് ഈ ഉലുവയുടെ ഇല ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഈ തോരൻ പരിപ്പ് നമുക്ക് കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പേ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉലുവായിലായിട്ടുള്ള ഈ കറിക്ക് ഒട്ടും തന്നെ കയ്പൊന്നും ഇല്ലാത്തതാണ്, വളരെ ശരീരത്തിന് ഗുണമുള്ളതുമാണ്, നല്ല ടേസ്റ്റുള്ളതുമാണ്. ഉള്ളിയുടെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ തുവർഡാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തോരൻ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ ഉലുവയുടെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മേത്തി, അതായത് ഉലുവയുടെ ഇല, നമ്മുടെ ശരീരത്തിന് വളരെയധികം പോഷക ഗുണമുള്ളതാണ്. ഇത് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യും, നമ്മുടെ രക്തം ശുദ്ധീകരിക്കും. പിന്നെ നമ്മുടെ ഒരുപാട് തടിയൊക്കെ കൂടുതലുള്ളവരുടെ തടിയൊക്കെ കുറയ്ക്കുവാനും ഒക്കെ ഈ സബ്ജി വളരെ നല്ലതാണ്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മേത്തി ഭാജി ഇവിടെ റെഡിയായെന്ന് നമുക്ക് തുറന്ന് നോക്കാം.
നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മേത്തി ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇത് വളരെ നല്ലതാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.